Hi friends, എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യുജിൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മുടി വരൾച്ചയെ കുറിച്ചാണ്. മുടി വരണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് മുടി പൊട്ടിപ്പോവുക എന്നുള്ളത്. എൻ്റെ മുടിയും കുറച്ചൊരു വരണ്ട പ്രകൃതത്തിലുള്ള മുടിയാണ്. മുടി തന്നെ ഓയിലി ഉണ്ട്, അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെത് അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ളതാണ്, പ്രത്യേകിച്ച് ചുരുണ്ട മുടിയാണ്. അതൊക്കെയാണ് എൻ്റെ മുടിയുടെ പ്രത്യേകത. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള മുടിയായിരിക്കും, അതിനനുസരിച്ചുള്ള കെയർ കൂടി നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. മുടി പൊട്ടിപ്പോവാതിരിക്കാനായിട്ടും മുടി ഊരിപ്പോരാതിരിക്കാനായിട്ടും ഒക്കെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് മുടി വരണ്ട് പോകുന്നത്? ഇപ്പം നോർമൽ ആയിട്ടുള്ള ഒരു ഹെയർ ആണെങ്കിലും അത് വരണ്ട് പോകാനായിട്ട് ചാൻസ് ഉള്ളത് നമ്മൾ കെമിക്കൽ ആയിട്ടുള്ള ഷാമ്പൂസ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. അത് നമ്മൾ കുറച്ച് റെഗുലറായിട്ടൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ മുടി നമ്മുടെ നോർമലായിട്ടുള്ള ഹെയർ വരണ്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ സൺലൈറ്റ് ഒക്കെ അടിക്കുന്നത് മൂലവും മുടി വരണ്ട് പോകാം. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഹെന്നയൊക്കെ ഇടുന്നവരാണെങ്കിൽ അങ്ങനെയും മുടി വരളാൻ ചാൻസ് ഉണ്ട്. മുടിയിൽ ഹെന്ന നമ്മൾ കൂടുതൽ പ്രാവശ്യം അപ്ലൈ ചെയ്യുക, അതായത് 2 ആഴ്ച കൂടുമ്പോഴൊക്കെ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ കൂടുതൽ നിറച്ചിട്ടുള്ളവർക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു അവസരത്തിൽ നമ്മുടെ മുടി വരൾച്ച വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു, ഹെന്ന ഇടുമ്പോൾ നമ്മുടെ മുടി ഒരുപാട് വരണ്ട് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. തീർച്ചയായിട്ടും ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം. അപ്പോൾ ഹെന്ന ഇടുന്നതിന് മുമ്പായിട്ട് ഓയിൽ മസാജ് ഒക്കെ ചെയ്തതിന് ശേഷം അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വീഡിയോ കറക്റ്റ് ഒന്ന് കാണണം കേട്ടോ. അപ്പൊ അങ്ങനെ തന്നെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആ വരൾച്ചയെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഹെന്ന ഇടുന്നവർ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ഹെയർ പാക്സ് ഒക്കെ ഉപയോഗിക്കുക. അതാണ് നമ്മളെ വീഡിയോയിൽ ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഹെയർ പാക്ക് എല്ലാവരും ചെയ്ത് നോക്കണം. കാര്യം അത് സ്കാൽപ്പിനെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇത് മുടി വളർച്ചയും വളരെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. പലപ്പോഴും ഒക്കെ ഇങ്ങനത്തെ ഒരു ഹെയർ പാക്ക് ഒക്കെ ഇടുന്നത് നമ്മുടെ മുടിയോട് നമ്മൾ കാണിക്കുന്ന ഒരു പ്രത്യേക ഒരു കെയറും കാര്യങ്ങളുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വല്ലപ്പോഴും എങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആഴ്ചയിൽ എത്ര പ്രാവശ്യം ചെയ്യണമെന്നൊക്കെ ഞാനിത് പറയാം കേട്ടോ, വീഡിയോയിൽ ലാസ്റ്റ് പറയാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ആയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യുന്നത് കാണാം. ഹെയർ ഓയിൽ നമ്മുടെ കയ്യിലുള്ള ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നേച്ചർ ഷുവറിൻ്റെ ജോങ്ക് ഓയിലാണ്. ആയുർവേദിക് ഓയിൽസ് മാറിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സ്ഥിരമായിട്ട് ഒരു ഓയിൽ തന്നെ അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ എല്ലാത്തിൻ്റെയും ഗുണങ്ങൾ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ചിലർക്ക് എണ്ണ മാറി യൂസ് ചെയ്യുന്നത് പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുറഞ്ഞ അളവിൽ മാത്രം എണ്ണ എടുത്തിട്ട് ആദ്യം യൂസ് ചെയ്യാവുള്ളൂ എന്നുള്ളതാണ്. പെട്ടെന്ന് എണ്ണ മാറിയൊക്കെ ചെയ്യുമ്പോൾ ചിലർക്കത് പിടിക്കണമെന്നില്ല. മുടിയുടെ വരൾച്ച നല്ല രീതിയിൽ കുറച്ചു കൊണ്ടുവരാനായിട്ട് എണ്ണ അപ്ലൈ ചെയ്യുന്നതിലൂടെ സാധിക്കും. എണ്ണയിലുള്ള ന്യൂട്രിയൻസും അതുപോലെ വൈറ്റമിൻസും ഒക്കെ മുടി വളർച്ചയെ സഹായിക്കുന്നുണ്ട്. എണ്ണ തേച്ചൊരു 30 മിനിറ്റ് വരെയെങ്കിലുമൊക്കെ നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ എണ്ണ നെറുകയിൽ ഇങ്ങനെ തേച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ ചിലർക്കത് പനിയൊക്കെ വരും. അപ്പോൾ അവരവരുടെ സാഹചര്യം അനുസരിച്ച് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. എണ്ണ തേച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുക്സൊക്കെ വായിക്കാം നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജോലികളുണ്ടെങ്കിൽ ആ സമയത്ത് ചെയ്യാം. എനിക്ക് മറ്റുള്ളവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ വായിക്കുന്നത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഏത് ഓയിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ ഉള്ള ഓയിൽ, നമ്മൾ ഹോം മെയ്ഡ് ഓയിൽസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ യൂസ് ചെയ്യാം. നമ്മൾ ഒരുപാട് ഹോം മെയ്ഡ് ഓയിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും എൻ്റെ ഹോം മെയ്ഡ് ഓയിൽസ് എല്ലാം ഏകദേശം കഴിയാറായി. ഇനി ഒരെണ്ണം ഉണ്ടാക്കണം. അപ്പോൾ ഇനി നമ്മുടെ മുടി ഒന്ന് സോഫ്റ്റ് ആകാനും ഡ്രൈനെസ് മാറാനും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഹെയർ പാക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ മുടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് നല്ലോണം ഇഷ്ടമായി. വല്ലപ്പോഴും ഒക്കെ നമ്മളിത് ചെയ്യുന്നത് നമ്മുടെ ഹെയറിന് നന്നായിട്ടൊരു മാനേജബിൾ ആക്കാനായിട്ട് ഫ്രിസി ഹെയർ ഒക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഇപ്പം നമ്മുടെ വരണ്ട മുടി നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് വാഴപ്പഴം. ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് വാഴപ്പഴം ഉപയോഗിച്ചിട്ടുള്ള ഹെയർ മാസ്ക്. നല്ല സൂപ്പർ റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ ഇത് വലിയൊരു പഴമായിട്ടൊക്കെ തോന്നുമെങ്കിലും ഇത് ചെറിയ പഴമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഫുൾ പഴം എടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വലിയ റോബസ്റ്റയൊക്കെ ആണെങ്കിൽ നിങ്ങളതിൻ്റെ പകുതി എടുത്താൽ മതിയേ. മുടിക്ക് നല്ല നീളം വയ്ക്കാനായിട്ട് വാഴപ്പഴം വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മുടിക്ക് ഏറ്റവും ആവശ്യമുള്ള പോഷണം എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. അപ്പോൾ അതും നമ്മുടെ ഈ വാഴപ്പഴത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പീസസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഈ പഴത്തൊലി ആരും കളയണ്ട കേട്ടോ. ഇത് നമ്മുടെ ഫേസിൽ ഇങ്ങനെ റബ്ബ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നല്ല സൂപ്പറാണ്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇത് നല്ലൊരു വളമാണ് നമ്മുടെ വീട്ടിലെ ചെടികൾക്കൊക്കെ. അപ്പോൾ അത് അരിഞ്ഞ് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ മതി. മുടിയിലെ ചെമ്പിക്കൽ പോകാനും അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ കറിവേപ്പില. ഇത് നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പിലയാണെങ്കിൽ ഏറ്റവും ഉത്തമം. കറിവേപ്പില നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനായിട്ട് സഹായിക്കുന്നുണ്ട്. ചെമ്പിച്ച മുടിയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും കറിവേപ്പില നമ്മുടെ ഹെയർ പാക്കിലാണെങ്കിലും ആഹാരത്തിലാണെങ്കിലും ഉൾപ്പെടുത്തുക. അപ്പോൾ അകാല നിരയുള്ളവരാണെങ്കിൽ കറിവേപ്പിലയും അതുപോലെ തന്നെ നെല്ലിക്കയും ഈ ഒരു പാക്കിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്ന സൂപ്പറായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് അത് രണ്ടും. അപ്പോൾ ഇതിലേക്ക് ഒരു 3 ഇതൾ കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പിലയും ആ പഴവും കൂടി ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തായിട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങാപ്പാലിൽ ഒരുപാട് വൈറ്റമിൻസും ധാതുക്കളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് എത്ര വരണ്ട മുടിയാണെങ്കിലും അത് ആരോഗ്യമുള്ളത് ആക്കി മാറ്റാനും അതുപോലെ തന്നെ ശക്തിപ്പെടുത്താനും ഒക്കെ സഹായിക്കും. നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നതിനേക്കാളും ഗുണങ്ങൾ തേങ്ങാപ്പാൽ നല്ല, അതായത് അധികം വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുത്തതായിരിക്കണം. തേങ്ങാപ്പാലില്ലെങ്കിൽ ഒരു മുട്ട ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് അടുത്തായിട്ട് ഇത്രയും തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തൈര് നമ്മുടെ മുടി നന്നായിട്ട് സോഫ്റ്റ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. തൈരില്ലെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെല്ല് ഉപയോഗിക്കാം കേട്ടോ. മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ താരനും മുടി കൊഴിച്ചിലും ഒക്കെ അകറ്റാനായിട്ട് തൈര് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ പാക്ക്. അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടല്ലോ. ഇത് നല്ല ഒരു ഹെയർ കണ്ടീഷണറാണ് നമ്മുടെ മുടിക്ക്. നമ്മൾ സാധാരണ ഷാമ്പൂ ഒക്കെ ഇട്ടതിന് ശേഷം കണ്ടീഷണർ അപ്ലൈ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ മുടി വരണ്ട് പോകാനായിട്ട് സാധ്യത കൂടുതലാണ്. അത് ഹെർബൽ ആയിക്കോട്ടെ കെമിക്കൽ ആയിക്കോട്ടെ നമ്മൾ അങ്ങനെ ചെയ്യണമെന്നാണ്. അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു ഹെയർ പാക്കാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും സമയം കളയണ്ട. നമുക്ക് ഹെയർ പാക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്തെന്ന് കാണാം. അതിനു മുമ്പായിട്ട് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ബട്ടൺ ഒന്നും പ്രസ് ചെയ്യുക. ഈ ഒരു പാക്കിന് നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടാനായിട്ട് ഓയിൽ മസാജ് ചെയ്ത മുടിയിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഹെയർ സ്റ്റൈലിങ്ങിനായിട്ട് ഹീറ്റൊക്കെ ചെയ്യുന്നവരെ പ്രോട്ടീൻ അടങ്ങിയ ഇതുപോലുള്ള ഹെയർ പാക്കുകളൊക്കെ ആഴ്ചയിൽ 2 പ്രാവശ്യം മുടങ്ങാതെ ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു ഹീറ്റൊക്കെ ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. കെമിക്കൽ അടങ്ങിയ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും അവർ ഹെയർ കെയർ നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ മുടി പൊട്ടിപ്പോവാനും വരണ്ട് പോകാനും ഒക്കെ ചാൻസ് ഒരുപാടാണ്. ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് സമയമെങ്കിലും വെച്ചിരുന്ന ശേഷം നമുക്ക് താളിപ്പൊടിയോ അല്ലെങ്കിൽ ഹെർബൽ ഷാമ്പൂ ഉപയോഗിച്ചിട്ട് മുടി കഴുകാം. അല്ലെങ്കിൽ നമുക്കൊരു കറിവേപ്പിലയുടെ ഒരു സ്മെല്ലായിരിക്കും കേട്ടോ. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞ് നമ്മുടെ മുടി നല്ലതായിട്ട് തിക്കായിട്ടൊക്കെ തോന്നും. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഫംഗ്ഷന് പോക്കൊന്നും ഇല്ല എങ്കിൽ പോലും ഇപ്പം നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സിൻ്റെ എന്തെങ്കിലും വെഡ്ഡിങ്ങോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാർലറിലൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പം ഞാൻ ഈ പാക്ക് യൂസ് ചെയ്തു. എനിക്ക് നല്ലതായിട്ട് റിസൾട്ട് ഉള്ളതായിട്ടാണ് തോന്നിയത്. നന്നായിട്ട് സോഫ്റ്റായി മുടി നല്ലോണം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം ഞാൻ ഇതിനു മുമ്പ് ഇതേപോലത്തെ പാക്ക് യൂസ് ചെയ്തിട്ട് കുറച്ച് നാളായി. ഈ അടുത്തൊന്നും ഞാൻ ഹെയർ പാക്ക് ഇതുപോലുള്ള ഒരു പാക്ക് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഹെയർ പാക്ക് ഒക്കെ ഉണ്ടാക്കാൻ മടിയാണെങ്കിൽ നല്ല കിടലിനായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന പാക്കുകളും ഉണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഹോം മെയ്ഡ് ആയിട്ടുള്ള പാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കൂടി പറയണം കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുപോലെ നമ്മുടെ മുടിക്ക് അത്രയും ബെനിഫിറ്റ്സും കിട്ടും. നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് തീർച്ചയായിട്ടും നമ്മുടെ ഹെയറിൻ്റെ ആ ഒരു ടെക്സ്ചറിലും കാര്യങ്ങളിലും ഒക്കെ മാറ്റം വന്നിട്ട് നമുക്ക് തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ സാധിക്കുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പായിരിക്കും ഇന്നത്തേത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതൊക്കെ വായിക്കാനായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.